രാജസ്ഥാനിലെ ഉദയ്പൂരിൽ ഒരു അപ്പാർട്ട്മെന്റിൽ രുചിത അതുപോലെ തന്നെ ഗുപ്ത എന്ന് പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. രുചിതയുടെ പണി ഒരു വക്കീലും കാര്യങ്ങളൊക്കെയാണ്. ഗുപ്തയാണെങ്കിൽ ഒരു കോളേജിൽ അധ്യാപകനും കാര്യങ്ങളൊക്കെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് രണ്ട് കുട്ടികളാണുള്ളത്, ഒരു ആൺകുഞ്ഞും അതുപോലെ തന്നെ ഒരു പെൺകുഞ്ഞും. ഇവരുടെ ഡെയിലി റൊട്ടീൻ എന്ന് പറയപ്പെടുന്നത് രാവിലെ സ്കൂൾ ബസ് വരും, അതിലെ മക്കളെ രണ്ടുപേരും കയറ്റി അയക്കും. അതിനുശേഷം ഗുപ്ത നേരെ സ്കൂളിലോട്ട് പുറപ്പെടും. അതിനുശേഷം വീടൊക്കെ പൂട്ടിയതിന് ശേഷം രുചിതയാണെങ്കിൽ നേരെ ഇവൾക്ക് വേണ്ട കോഴ്സിന് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കോടതിയിലോട്ട് പോകും. ഇതാണ് ഇവരുടെ ഡെയിലി റൊട്ടീനും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇരിക്കുകയാണ് 2014 ഡിസംബർ മാസം 1-ാം തീയതി ഗുപ്ത രാവിലെ വീട്ടിൽ നിന്നും പുറപ്പെടുന്നത്. സ്കൂളിലോട്ട് പുറപ്പെട്ടതിന് ശേഷം വീട്ടിൽ നിന്നും വൈകുന്നേരം വീട്ടിലോട്ട് വരുന്ന ടൈമിന് കാണാൻ കഴിഞ്ഞത് മക്കൾ രണ്ടുപേരും അപ്പാർട്ട്മെന്റിന്റെ താഴെ കളിക്കുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത്. ആദ്യം ഇവർ അപ്പാർട്ട്മെന്റ് 8ാമത്തെ ഫ്ലോറിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ അപ്പാർട്ട്മെന്റ് വിൽക്കുകയും പിന്നീട് 6ാമത്തെ ഫ്ലോറിൽ വാടകയ്ക്ക് വിട്ട് രണ്ടുപേരും കൂടി താമസിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. ഈ രണ്ട് മക്കളും അവിടെ നിന്ന് കളിക്കുന്നതായിരുന്നു ഗുപ്തക്ക് കാണാൻ കഴിഞ്ഞത്. എന്താണ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ കളിക്കുന്നത് എന്ന രീതിയിൽ തന്നെ ഗുപ്ത ഇവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അമ്മ ഇതുവരെയായിട്ട് ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തെങ്കിലും കേസിൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവൾ എത്തിയിട്ടുണ്ടാവില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഗുപ്ത വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഫോണിലോട്ട് പോവുകയും വെറുതെ തന്നെ പിടിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ വാതിൽ തുറന്നു വരികയും ചെയ്തു. അപ്പോൾ ഈ ഗുപ്ത അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. ഇതെന്താ വാതിൽ പൂട്ടിയിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ. അതിനുശേഷം മക്കൾ രണ്ടുപേരും അമ്മയുടെ പേര് വിളിച്ചുകൊണ്ട് തന്നെ രുചിതാമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ അമ്മയുടെ പക്കൽ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം അവർ രണ്ടുപേരും തപ്പിക്കൊണ്ട് തന്നെ ഹാളിലോട്ട് കയറിയപ്പോൾ കാണാൻ കഴിഞ്ഞത് ഹാളിൽ ഈ അമ്മ മരണപ്പെട്ട നിലയിലായിരുന്നു കാണാൻ കഴിഞ്ഞത്. പെട്ടെന്ന് തന്നെ ഗുപ്ത സ്ഥലത്തോട്ട് പോയി നോക്കുന്ന ടൈമിന് കാണാൻ കഴിഞ്ഞത് തലയിലോട്ട് എന്തോ വസ്തു വെച്ച് അടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇവരുടെ അടിവസ്ത്രമെല്ലാം പകുതി ഊരിയ നിലയിലും അതുപോലെ തന്നെ ഇവളെ ചുണ്ടൊക്കെ കടിച്ച് പൊട്ടിച്ച നിലയിലുമായിരുന്നു കാണാൻ കഴിഞ്ഞത്. മക്കളെ രണ്ടുപേരോട് കണ്ണ് പൊത്തിപ്പിടിച്ചതിന് ശേഷം അവിടെ നിന്ന് അച്ഛനെ കരയാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം എടുത്തുള്ള ലേബേഴ്സ് എല്ലാം പിന്നീട് ഈ ഫ്ലാറ്റിലോട്ട് കയറി വരികയും ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിന് വിളിച്ച് പറയുകയാണ് ചെയ്തത്. അന്നേ സ്ഥലത്തോട്ട് പോലീസുകാർ എത്തുകയും പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരികയും പിന്നീട് തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അത്തരത്തിൽ തന്നെ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവളെ ബോഡി നേരെ ഓട്ടോപ്സിന് അയക്കുകയും ചെയ്തു. അന്നേ ദിവസം വൈകുന്നേരം രുചിതയുടെ മാതാപിതാക്കൾ വീട്ടിലോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഗുപ്തയാണ് എൻ്റെ മകളെ കൊന്നത്, ഗുപ്തയാണ് എൻ്റെ മകളെ കൊന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ തന്നെ പോലീസുകാരുടെ പക്കൽ പോയി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രുചിതയുടെ പ്രധാന കർമ്മങ്ങൾക്കും കാര്യങ്ങൾക്കൊന്നും ഗുപ്തക്ക് പോകാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇവനെ പിടിച്ച് പോലീസുകാർ ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഓട്ടോപ്സി അയച്ചപ്പോഴാണ് പിന്നീട് പോലീസുകാർക്ക് മനസ്സിലായത്, അതായത് ഓട്ടോപ്സിക്ക് ഇവളെ ബോഡി അയച്ചതിന് ശേഷം ഇവളെ നഖത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ആരുടെ സ്കിന്നും അതുപോലെ തന്നെ കുറച്ച് ചോരയുടെ അംശങ്ങളുമുണ്ട്. അതുമാത്രമല്ല പോലീസുകാരും ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഒരുമിച്ച് ആ വീട്ടിൻ്റെ അകത്ത് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് റിമോട്ടിൻ്റെ അകത്ത് നിന്ന് വേറെ ഒരാളുടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളും പോലീസുകാർക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഗുപ്തയുടെ ഫിംഗർ പ്രിൻറ്റും അതുപോലെ തന്നെ ഗുപ്തയുടെ DNA കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ഗുപ്തയുടേതല്ല എന്ന രീതിയിലുള്ള കൺഫർമേഷനും കാര്യങ്ങളുമായിരുന്നു പോലീസുകാർക്ക് ലഭിച്ചത്. അപ്പോൾ ഈ രുചിതയുടെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇവൻ വാടക കൊലയാളിയെ വെച്ചിട്ടായിരിക്കും ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. ഇന്ന സമയത്ത് ഗുപ്ത എവിടെയാണ്, ഗുപ്ത ആരൊക്കെയുമായിട്ടാണ് ഫോണിൽ കോൺടാക്ട് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസാണ് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് അന്നേ ദിവസം ഇവൻ കോളേജിലാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഇവനിക്ക് സംശയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള യാതൊരു തരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ ചെയ്തിട്ടില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് പിന്നീട് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പോലീസുകാർ ഇങ്ങനെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. പിന്നീടാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലാൻഡ് നമ്പറിൽ നിന്ന് രുചിതാമ്മയെ കൊലപാതകം ചെയ്തത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ഫോൺ കോൾ വരുന്നത്. അതിനുശേഷം ഒന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആ ഫോൺ കോൾ കട്ടാവുകയാണ് ചെയ്തത്. ഈ ഫോൺ കോൾ എവിടെ നിന്നാണ് വന്നത് എന്ന രീതിയിൽ തന്നെ പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവരുമ്പോഴാണ് പോലീസുകാർക്ക് ഇതിനകത്ത് ഒരു ലാൻഡ് നമ്പർ നിന്നാണ്, അത് ഇവർ താമസിക്കുന്ന അതേ അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. ആ അപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും ഇവർ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതിൻ്റെ താഴത്തെ ഫ്ലോറിൽ മാത്രമേ CCTV കാര്യങ്ങളുള്ളൂ. ഇതൊക്കെ കൊണ്ട് തന്നെ പോലീസുകാർ നേരെ പോയതിനു ശേഷം ഈ അപ്പാർട്ട്മെൻറ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കും, പിന്നീട് ഈ ലാൻഡ് നമ്പറിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനുശേഷം ആ വീടിൻ്റെ വാതിൽ തുറന്നു നോക്കുകയാണ് ചെയ്തത്. അവിടെ ദിവ്യ പോത്താടി എന്ന് പറഞ്ഞ 21-കാരൻ പോലീസുകാരുടെ മുമ്പിൽ കൈകൂമ്പി പറയുകയാണ്, ഞാനാണ് രുചിതാമ്മയെ കൊലപാതകം ചെയ്തത് എന്ന് പറഞ്ഞു. ഇവൻ്റെ മാതാപിതാക്കൾ പെട്ടെന്ന് തന്നെ നെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇവനെ നോക്കുകയാണെങ്കിൽ തടിച്ച് അത്യാവശ്യം കഷണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവനെ ഉള്ളത്. ഇവൻ്റെ വയസ്സ് 21 വയസ്സാണ്. ഇവൻ ഡിഗ്രി 3rd ഇയറിനാണ് ഇവൻ പഠിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ പോത്താടിയെ പിന്നീട് പോലീസുകാർ അറസ്റ്റ് ചെയ്ത് നേരെ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീട് ഇവനെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവർ സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളും എടുത്തത് 8ാമത്തെ ഫ്ലോറിലാണ്.
18ാമത്തെ ഫ്ലോറിന് നേരെ മുമ്പിലാണ് ഇവൻ്റെ വീടും കാര്യങ്ങളും ഉള്ളത്. ഈ പോത്താരി ഇത്തരത്തിൽ തന്നെ ഇവരെ വീട്ടിലോട്ട് പോകാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോത്താരിയുടെ അമ്മയും അതുപോലെ തന്നെ രുചിത അമ്മയും കൂടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രണ്ട്സും കാര്യങ്ങളുമാണ് എന്ന രീതിയിൽ തന്നെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ രുചിത അമ്മ ഇവനെ കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു അനിയൻ എന്ന രീതിയിലായിരുന്നു. മറിച്ച് ഇവൻ രുചിത അമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നത് വേറൊരു തരത്തിലായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഇവനിക്ക് സെക്ഷലായിട്ട് ഇവളെ യൂസ് ചെയ്യണമെന്ന തരത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ വരുന്ന ടൈമിൽ ഇവളെ ശരീരം മുഴുവൻ ഇവൻ ആസ്വദിക്കാറാണ് ഉണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ ഇവർ വീട്ടിൽ വരാത്ത സമയത്ത് ഇവളെ വീട്ടിലോട്ട് നേരെ ഇവൻ പോവുകയും ചെയ്യും. പോത്താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് തന്നെ, അതായത് ഗുപ്തിയും അതുപോലെ തന്നെ രുചിതാമ്മയും ചേർന്നുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള ഒരു സ്ഥലം വാങ്ങിക്കുന്നതും അതിനുവേണ്ടി ഫണ്ട് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ് വെക്കുന്നത്. അതിനുശേഷം താഴെ 6ാമത്തെ നിലയിൽ നേരെ പോയതിന് ശേഷം അവിടെ ഒരു ഫ്ലാറ്റിൻ്റെ അകത്താണെങ്കിൽ ഇവരാണെങ്കിൽ വാടകയും കാര്യങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ ഇല്ലാതാകുന്നത്. അതായത് പോത്താരിയുടെ അമ്മയും അതുപോലെ തന്നെ രുചിതാമ്മയും തമ്മിലുള്ള കണക്ഷൻ ഇല്ല. പിന്നീട് മാസത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ കാണും. അങ്ങനെ ഇരിക്കുകയാണ് ഡിസംബർ 1-ാം തീയതി ഇവൻ കോളേജിലോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് മറങ്ങുന്നത്. അതിനുശേഷം ഫ്ലാറ്റിന് താഴെത്തി ഏകദേശം ഉച്ച സമയത്തോളം പിന്നീട് അവൻ അവിടെ നിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുകയാണ് രുചിതാമ്മയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം രുചിതാമ്മ ഫ്ലാറ്റിലോട്ട് പോകുന്നത് ഞാൻ കണ്ടത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പോലീസിനോട് പക്കൽ പറഞ്ഞു കൊടുത്തു. അന്നേരം ഞാൻ രുചിതാമ്മയുടെ പക്കൽ പോയി സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രുചിതാമ്മയുടെ വീട്ടിലോട്ട് ഞാൻ പോവുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിത്തരുമോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിന് ഞാൻ പെട്ടെന്ന് തന്നെ ബേക്കറിൽ പോയി അവരെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഇവർ ഷോക്കായതുകൊണ്ട് തന്നെ ഇവരെ തള്ളി മാറ്റുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവരെ കാല് പിടിച്ച കാരണം കൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങൾ നിയമം പറഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ കാര്യങ്ങളൊന്നും സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ അവൻ്റെ കയ്യിലുള്ളൊരു സ്പാൻഡർ വെച്ചുകൊണ്ട് തന്നെ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു സ്പാൻഡർ വെച്ചുകൊണ്ട് തന്നെ അവളെ തലക്കടിക്കുകയാണ് ചെയ്തത്. തലക്കടിച്ചതിന് ശേഷം ഇവൾ ഒരു ബോധം കെട്ടു പോകുന്ന ഒരു രീതിയിലോട്ട് ആവുകയും ചെയ്തു. പിന്നീട് ഇവളെ നേരെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ഷോപ്പിൽ വെച്ചതിന് ശേഷം ഇവൻ്റെ കാമപ്രവൃത്തികൾ മുഴുവൻ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഇവൾ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് ഇവളെ റേപ്പും കാര്യങ്ങളും ഇവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ പക്കൽ പറഞ്ഞു കൊടുക്കുകയും പിന്നീട് പോലീസുകാർ ഇവനെ നേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഇവൻ്റെ ഫാമിലി ക്രൈം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവൻ മെൻ്റലി സ്ട്രെസ്സും കാര്യങ്ങളുള്ള ഒരാളാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവ പലതരത്തിലുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ ഇവന് വെറുതെ വിടണമെന്ന രീതിയിൽ തന്നെയായിരുന്നു പോത്താരിയുടെ ഫാമിലിയും കാര്യങ്ങളും ക്ലൈം കോടതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ കോടതി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിശദമായി നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവനിക്ക് മെൻ്റലും കാര്യങ്ങളൊന്നും ഇല്ല, ഇവനിക്ക് ചെറിയ രീതിയിലുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളും അങ്ങനത്തെ കാണിക്കുന്നുണ്ട് എന്നാണല്ലോ. ഇതൊക്കെ കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് 2023 ഇവനിക്ക് ജീവപര്യന്ത ശിക്ഷയാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. 50,000 രൂപ പിഴയും അതുപോലെ തന്നെ ജീവപര്യന്ത ശിക്ഷയും കാര്യങ്ങളുമാണ് കോടതി വിധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊരു നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ഓഫ് ഇറ്റ്സ് മീ അപ്രാദ്.